നേതാക്കന്മാരുമായിട്ട് അടുപ്പമുണ്ടായിരുന്നത് പോലെ തന്നെ എല്ലാ അർത്ഥത്തിലും ആശയമായിട്ട് അത്ര അടുപ്പമല്ല. പലവിധ കാരണങ്ങളാൽ ഞാൻ നേതാക്കന്മാരുമായി അടുപ്പം സൂക്ഷിക്കുന്ന സമയത്തും കോൺഗ്രസിനെ വിമർശിച്ചും അല്ലെങ്കിൽ എൻ്റെ ചില നിലപാടുകളിൽ കോൺഗ്രസിലെ നിരവധി ആൾക്കാർ വിമർശിച്ചുമൊക്കെ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ വിഷയം എടുത്തു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു സ്ഥലത്ത് ഞാൻ ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞ് സംസാരിച്ചിട്ടില്ല. അത് ആക്ച്വലി ഞാൻ പാലസ്തീൻ ജനതയെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാതിരിക്കുകയൊന്നും ആയിരുന്നില്ല. ഞാൻ ഒരേ സമയം ഈ പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം തന്നെ ഇസ്രായേൽ പോലൊരു രാജ്യത്തെ തള്ളിപ്പറയുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാര്യം ഇന്ത്യക്ക് പല പ്രശ്നങ്ങൾ വന്ന സമയത്തും ഇന്ത്യയെ സഹായിച്ചൊരു രാജ്യമായിരുന്നു. പക്ഷേ അതൊരിക്കലും കോൺഗ്രസിൻ്റെ നിലപാടല്ല. അതുപോലെ തന്നെ സവർക്കർ എന്ന് പറയുന്ന മനുഷ്യനെ ഞാൻ റിപ്പീറ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിനൊക്കെ ഞാൻ ആശംസാ പോസ്റ്റുകളൊക്കെ എഴുതിയ സമയത്തൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. അന്ന് ഞാൻ ചോദിച്ചത് 1950 മുൻപ് ഇന്ത്യ മതേതര രാജ്യമാകുന്നതിന് മുൻപ് ഇന്ത്യക്കുള്ളിൽ ഇന്നത്തെ പാകിസ്ഥാനിലെ മുസൽമാന്മാർ ഉൾപ്പെടെയുള്ളൊരു കാലത്ത് സവർക്കറുടെ നിലപാടുകളെ ഞാൻ എന്തിനാണ് തള്ളിക്കളയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം എന്ന് പറയുന്ന രാജ്യസ്നേഹിയോടുള്ള എൻ്റെ ഒരു സ്നേഹം, അല്ലെങ്കിൽ ഒരുപാട് കാലം ജയിലിൽ കിടന്ന രാജ്യത്തിന് വേണ്ടി പോരാടിയ ഒരാളോട് കാണിക്കുന്ന ഒരു സ്നേഹമൊക്കെ ഞാൻ അങ്ങനെ റിപ്പീറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇതെല്ലാം അന്ന് കോൺഗ്രസ് എന്ന ആശയത്തിന് വിരുദ്ധമായിരുന്നു. പക്ഷേ അതേസമയം വ്യക്തിപരമായിട്ട് രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ വി ഡി സതീശനോട് എനിക്ക് ഒരുപാട് എതിരഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഞാനത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. പിന്നീട് അദ്ദേഹവുമായിട്ട് അടുക്കാനുണ്ടായിരുന്നൊരു കാരണം ഞാൻ രേഖപ്പെടുത്തിയ എതിരഭിപ്രായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടെ ജനകീയനായി അദ്ദേഹം മാറി എന്നുള്ളിടത്തായിരുന്നു. അപ്പോൾ ആ നേതാക്കളോടുള്ള വ്യക്തിപരമായ അടുപ്പം കൊണ്ട് പൂർണ്ണമായും നമുക്കൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ കഴിയണമെന്നില്ല. എന്നിരുന്നാലും അവർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് പാർട്ടിയിലേക്ക് വരണമെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. സ്വാഭാവികമായിട്ടും ഈ സർക്കാർ മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ടും ഒരു ശക്തനായ പിണറായി വിരുദ്ധനായതുകൊണ്ടും ഞാൻ UDF-ന് അനുകൂലമായിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ചില കാരണങ്ങളാൽ അവർക്ക് എന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാരണങ്ങൾ എന്നിലുണ്ടായിരുന്നു എന്നതാണ് സത്യം. അല്ലാതെ ഞാൻ അവരെ ഉപേക്ഷിക്കുകയായിരുന്നില്ല. അവർക്ക് എന്നെ ഉപേക്ഷിക്കേണ്ട സാഹചര്യം എൻ്റെ ചില നിലപാടുകൾ കൊണ്ടുണ്ടായിരുന്നു എന്നതാണ് ഞാൻ കോൺഗ്രസ്സിൽ എൻ്റെ ചില സ്നേഹിതർ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമിയെ ഞാൻ തള്ളി പറയുന്നു, ഞാൻ പോപ്പുലർ ഫ്രണ്ടിനെയും അല്ലെങ്കിൽ SDP ഞാൻ തള്ളിപ്പറഞ്ഞ് സംസാരിക്കുന്നു. അപ്പം പൂർണ്ണമായും കോൺഗ്രസ്സിനൊരു പക്ഷേ അവരെ തള്ളിപ്പറയാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടായേക്കാം. അതുകൊണ്ട് അവർ നിശബ്ദത പാലിച്ചു. എനിക്ക് ആ നിശബ്ദതയുടെ അർത്ഥം മനസ്സിലായി. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പൊളിറ്റിക്കൽ ആശയമാണ് നേരത്തെ 2020 ഡെവലപ്മെൻറ്റ്സ് ആണ് അവർ പറയുന്നത്. മറ്റ് നിയമ ലംഘനങ്ങളോ മറ്റുള്ള സമരങ്ങളോ അടികളോ ബഹളങ്ങളോ എക്കാളെല്ലാം ഉപരി ഈ നാടിന് വേണ്ട, വരും തലമുറയ്ക്ക് വേണ്ട പുതിയ കാര്യങ്ങൾ സംസാരിക്കുന്നു, ഒരു മാറ്റം സംസാരിക്കുന്നു. സ്വാഭാവികമായും എനിക്ക് ഭയങ്കര കംഫർട്ടാവുന്ന ഒരു പൊളിറ്റിക്കൽ ആശയമായിരുന്നു 2020.